ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവില്ലേ, ഒരു മാസത്തിന് ശേഷം പുതിയൊരു വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് ദോഹയിലാണ്, കോർണിഷിലായിട്ടുള്ളത്. ബാക്കിൽ ബിൽഡിംഗ് കണ്ടോന്നാവും, കോർണിഷിലാണുള്ളത്. അപ്പോൾ ചുമ്മാ വൈകുന്നേരം വീക്കെൻഡ് അല്ലേ, ഫ്രൈഡേ ആണെന്ന്. അപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ 5:20 വാങ്ങി കൊടുത്തു. നിസ്കരിച്ചിട്ട് പുറത്ത് പോകുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ പള്ളിയുണ്ട്, പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പുറത്ത് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ രസം എന്നറിയോ, ഈ 5:30 മണിക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ദോഹ കോർണിഷിൽ ഫുള്ള് ബിൽഡിങ്ങുകളും ലൈറ്റ് ഇടും, റോട്ടിൽ ലൈറ്റ് ഇടും. പിന്നെ അവിടെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, നമ്മുടെ കോർണിഷിൻ്റെ ഏരിയയിലൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് ആയിരിക്കും, നല്ല രസമാണ്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കൊണ്ട് അവർക്കൊന്ന് ഓടിക്കണ്ടിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ജെർക്കിയാണ് വേറെ ഒന്നല്ല, അമ്പി ആട്ടിയതാട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പേ പാർക്കിംഗ് ആണ്. അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മെല്ലെ ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പം ഇറങ്ങിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്നിങ്ങനെ നടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അവിടെ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സിഗ്നലിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. മെയിൻ റോഡ് കൂടെ ക്രോസ് ചെയ്ത് ഓടിക്കഴിഞ്ഞിട്ട് എങ്ങാനും പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. സിഗ്നൽ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോകണം. ഡ്രസ്സ് എടുക്കാം, കോഫി കുടിക്കാം. കമോൺ. വണ്ടി താട്ട പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഡി പോലെ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ഇത് ദോഹ ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ മാത്രമേ ഇപ്പോൾ ലൈറ്റ് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ വരും. കോർണിഷിൽ മൊത്തം ഇപ്പോൾ ലൈറ്റ് അടിപൊളിയായിട്ട് വരും. ഇനിയിപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ദോഹ ബാങ്കിൻ്റെ ബിൽഡിംഗ് കേട്ടോ. അത് മാത്രം ഒന്നുകൂടി ഇരുട്ടാവണം, എന്നാലും അത് കറക്റ്റായിട്ട് കാണുള്ളൂ. ഇതിലൊക്കെ ലൈറ്റ്സ് വരും, ഒക്കെ ചെറുതായിട്ട് കണ്ടോ. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തി വരുന്നുണ്ട്. നമുക്കിനി അത് ഷെയറാട്ടൻ കേട്ടോ ഹോട്ടല്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം. അവിടെ ഡബിൾ ബസ് നിൽക്കുന്നുണ്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ബാക്കിലെ ബസ് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്നറിയോ? അതായത് ടൂറിസ്റ്റുകൾ പോണ ബസ്സാണ്. അതായത് ദോഹ മൊത്തം കറങ്ങി കാണാൻ പറ്റിയ ബസ്സിൽ. ഇവിടുന്ന് സൂക്ക് വക്കഫിൽ കോർണിഷ് ഏരിയ മൊത്തം കറങ്ങും. അതേപോലത്തെ ബസ് സിലൈൻ ബസ്സിലുണ്ട്, സിലൈൻ ബീച്ചിലുണ്ട്. സിലൈൻ്റെ ബസ് അത് 4 വീൽ ഡ്രൈവ് ആണ്, മണൽ കൂടെ ഒക്കെ പോണത്. അത് ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അതിൽ ആ ബസ്സിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം. വണ്ടിക്ക് സേഫായിട്ടൊരു പാർക്കിംഗ് കിട്ടി ഗൈസ്. എന്നൊക്കെ കോർണിഷിലാവും, ഭയങ്കര ആള് കമ്മിയുണ്ട് ഇവിടെ. ഇരുട്ടാവണനുസരിച്ച് കണ്ട ലൈറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും, പക്ഷെ റിസ്ക്കാണ്. അവിടെ പോയിട്ടെങ്ങാനും പോലീസ് കണ്ട ഫൈൻ വീഴും. അതിനെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസൻ്റായിട്ട് നടന്നു പോയി വഴി കൂടെ. ഇതിവിടുന്ന് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ പോലീസ് എങ്ങനെ ഇവിടുന്ന് കണ്ടവർ വിളിക്കും, ID തരാൻ പറയും. നമ്മളിപ്പോൾ എത്ര ID കൊടുക്കും? 300-600 റിയാൽ ഫൈൻ അടിച്ചു തരും. 600 റിയാൽ പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു 12,000 രൂപയായി. 300 റിയാൽ 6,000 രൂപയായി. ഇതിനായി നിൽക്കുന്നത് കുറച്ച് ദൂരം. എന്താ ലേശമാണ് നടന്നാൽ മതി. അപ്പോൾ അവിടുന്ന് വേറെ ക്രോസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ മതി. റിസ്ക് എടുക്കരുത്. നമ്മളെപ്പോഴും നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് അവിടെ സ്ഥലം തന്നെ ഉണ്ട്. സീബ്ര ലൈനൊക്കെ ഇട്ടിട്ട് വണ്ടി വരുന്നില്ല ഉറപ്പാക്കി നമ്മൾ ക്രോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് റെഡ് ലൈനാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലേ, ഇലക്ട്രിക് സ്കൂട്ടർ. ഇതിൽ നമുക്കൊരു ബാർകോഡ് ഉണ്ട്. ഈ ബാർകോഡ് കണ്ടോ,
ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ഇവർ ആപ്പിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് റിയാൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നടക്കാനുള്ളതിനുള്ളൂ. റെഡ് യെസ് ഉണ്ടോ? അപ്പോൾ റെഡ് എത്തിയില്ലേ? ഇതാണ് നാടിൻ്റെ ഗുണം. ഇപ്പം ഉണ്ടോ സുഖമായിട്ട് നമ്മുടെ നാടൊക്കെയാണെങ്കിൽ സുഖമായിട്ട് ഓടിച്ചാടി പോവാം. പക്ഷെ ആരും പോവില്ല, അവരവിടെ നിൽക്കും. അവിടെ ഗ്രീൻ സിഗ്നലിൽ കത്താതെ ആരും പോവില്ല. ഒന്നാമത് നമ്മുടെ സേഫ്റ്റി, കാരണം വണ്ടി എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റില്ല, എവിടുന്നാ തിരിയാന്നൊന്നും പറയാൻ പറ്റില്ല ഇവർ. ഒന്നാമത് നമ്മുടെ സേഫ്റ്റി, പിന്നെ ഒന്നാമത് ഫൈൻ വീഴുമെന്നുള്ള പേടി. അങ്ങനെ ആരും ചാടിക്കറി പോവാറില്ല. എല്ലാവരും കറക്റ്റ് നിയമം നോക്കിയിട്ടാണ് നടക്കാറുള്ളൂ. മരുഭൂമിയിലാന സിനിമ അല്ലേ, അത് ഷൂട്ട് ചെയ്തത് ഇവിടെ കേട്ടോ. അതിൽ ഒരു ഫസ്റ്റ് സീനുണ്ട്, ഹോട്ടലിന് മുകളിൽ താഴത്തേക്ക് വീണത്. അത് ആ ഹോട്ടലിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങനെ പോയിക്കണ്ടതാ. ഇതിപ്പോൾ പുതിയതാട്ടോ ഈ കൈ വെച്ചത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ വന്നിട്ട് ഇതാ ക്രോസിങ്ങിന് ഗ്രീൻ സിഗ്നൽ വരുത്തി ആൾക്കാർ ക്രോസ് ചെയ്ത് തുടങ്ങി. അതേപോലെ അപ്പുറം പോയാലും നമ്മൾ നിൽക്കണം. ഇനി എനിക്ക് റേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ അവിടെ സ്വിച്ച് അമർത്തിയിട്ട് ഗ്രീൻ സിഗ്നലിൽ കത്തുന്ന വരെ അവിടെ നിൽക്കണം. അല്ലാതെ നമ്മൾ ഓടിക്കറി ചാടി പോകാൻ പോവില്ല ഇവിടെ ആരും. ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സംഭവം എന്നറിയോ? അതിലൊരു മറ്റേ എന്താ പറയുക, ഈത്തപ്പഴമല്ലേ, അതിൻ്റെ പനയുടെ പട്ട പോലെ അല്ലേ ഇത് ഫുള്ള്. ഇവിടെ ഒരുപാട് സ്കൂട്ടർ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് മെട്രോൻ്റെ ബസ്, മെട്രോ ട്രെയിൻ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആട്ടോ. ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ ഇത് സൈക്കിളാട്ടോ. ഞാൻ ഈ സൈക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? അതായത് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് സ്റ്റേഡിയം അല്ല, ഫാൻ ഫെസ്റ്റിവൽ നടക്കണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കളി കാണാൻ പോയിരുന്നു. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മെട്രോക്ക്. അപ്പോൾ ആ ടൈമിൽ ഞാനിത് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ റെഡ് കളർ സൈക്കിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണും. ഇവിടെ വേറെ എന്തോ ഒരു സാധനമായിരുന്നു, അതൊക്കെ ഓർമ്മല്ല. ഉണ്ടോ ആൾക്കാർ നടക്കാനൊക്കെ വരുന്നത്? ഓ ഇവിടെയൊക്കെ പാർക്കിങ് ഫുള്ളാണ്. ഇതാ ഞാൻ പറഞ്ഞ വ്യൂ. ലൈറ്റ് ഇടല് തുടങ്ങി. ഇനിയും കുറച്ചും കൂടിയും കളർ കമ്മിയാവണം. അതായത് സൂര്യൻ പോകണം. സൺസെറ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഫുള്ള് ബിൽഡിങ്ങുകളും ഇങ്ങനെ കാണാൻ പറ്റും. ഈ വണ്ടികളില്ല, ഫുള്ള് ബാക്കിലാണ് പാർക്ക് ചെയ്തിട്ട് കോർണിഷിലൂടെ നടക്കാൻ പോയി കേട്ടോ. കോർണിഷിലൂടെ നടക്കാനും പാർക്കിലൂടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ വന്നിക്കാണ്. പിന്നെ ഇന്ന് വീക്കെൻഡ് അല്ലേ, വെള്ളിയാഴ്ച. അപ്പം അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നോക്കിയാൽ ഓരോ വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇവിടെ ഒന്നും ഞാൻ പാർക്കിങ്ങിന് കൊടുത്തിട്ടൊരു കാര്യമില്ല. ആ ബിൽഡിംഗ് കണ്ടില്ലേ, നീളത്തിൽ റൗണ്ടിൽ, അതൊരു ഓറഞ്ച് കളറാവും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ളാണ് പാർക്കിങ്. പുറത്ത് ആൾക്കാർ ഇട്ടിട്ടുണ്ട് വണ്ടികൾ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ട്, ദോഹ മുനിസിപ്പാലിറ്റീൻ്റെ. ഇതെല്ലാവരും പാലിക്കുകയും ചെയ്യും. ഇവിടെ നേരെ കാണുന്നത് കടലിൻ്റെ അപ്പുറം സൂക്കോ ഗഫൊക്കെ ആയിട്ട്. ഇത് കണ്ട ഒരു കപ്പൽ ബോട്ടോ നിർത്തിയിട്ട പോലെ അല്ലേ? പക്ഷെ എന്താ സംഭവം, ബോട്ടാണ്. ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്, ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു. അതിന് ബോട്ടാണ് എന്താണെന്നൊക്കെ അറിയില്ല. പക്ഷേ ഞാൻ വന്ന കാലം മുതൽ ഇത് ഇവിടെ ഉണ്ട്. ഏകദേശം 9 വർഷമായിട്ട് ഞാനത് കണ്ടു. ഇവിടെ ആൾക്കാർ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ ആ ബിൽഡിങ്ങിൽ ലൈറ്റ് പോകണം കേട്ടോ. ഇവിടെയൊക്കെ വരണുള്ളൂ, കത്തി വരുന്നുണ്ട്. ഇത് 10 റിയാലൊക്കെ ഓരോരുത്തർ മേടിക്കാൻ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരുമ്പോൾ ഒരാൾക്ക് 5 റിയാലൊക്കെ വെച്ചിട്ടായിട്ട് സമ്മതിക്കും. ഇതിങ്ങനെ ചുറ്റിട്ട് കോർണേഷന് ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ പോവും. അതായത് സൂക്കോ ഗഫിൻ്റെ അതേ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും. എൻ്റെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യും.
ഒന്നാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിരിക്കണ്. ചൂട് സമയത്തൊന്നും ഇവിടെ ഒരൊറ്റ മനുഷ്യൻ്റെ വീട്ടിനാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടില്ല നേരം പോലെ. കാറിൽ തന്നെ ഫുള്ളായിട്ട് ഇരുന്നിരുന്നത്. കാറിൽ വരുമ്പോൾ ഇരുന്നിങ്ങനെ നോക്കും പോകും. കാരണം കുട്ടീനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അത്രയും ചൂടായിരുന്നു. ഇപ്പോൾ തണുപ്പ് തുടങ്ങി ഏകദേശം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരും തിരക്കും വണ്ടികളൊക്കെ. ചൂട് സമയത്ത് തന്നെ ഇവിടെ ഒരു പാർക്കിങ്ങിനോ ഒരു കുഴപ്പമില്ല, ഫുള്ള് ഫ്രീ ആവും. ഇവിടെ കോർണിഷിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടോ. അവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം. ഇതൊന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് കാണുന്നില്ല വരുന്നത്. ഈ ബിൽഡിങ്ങൊക്കെ മറ്റേ മരുഭൂമിയിലാണ് സിനിമയിലുണ്ട്. ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബിൽഡിങ് ഇതാട്ടോ, ക്യൂപ്പിഡാണ്. ഖത്തർ പെട്രോളിയത്തിൻ്റെ ബിൽഡിങ്ങാണ്. പിന്നെ നേരെ കാണാൻ മഞ്ഞ വട്ടുള്ളത് അൽഫർദാൻ്റെ. പിന്നെ ആ ഡി എന്നുള്ളത് ദോഹ ബാങ്ക്. കുറച്ച് ബ്രൈറ്റ്നസ് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. വേറെ സംഭവം കാണിച്ചാൽ കേട്ടോ, ഒരു കപ്പ് ഇരിക്കുന്ന കപ്പ് എന്നാണ്. നമ്മളിപ്പോൾ നടന്ന് ഇനി അങ്ങോട്ട് തന്നെ പോകണം. ഇത് നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ എടുക്കാം കേട്ടോ. ഒരു 6 മിനിറ്റ് ഫ്രീ ഉണ്ട്. ട്രൈ ചെയ്യാനാണ് തോന്നുന്നത് അത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നടന്നു പോവാം, അതാണ് നല്ലത്. ഷെറട്ടൻ്റെ ലൈറ്റ് ഇട്ടപ്പോൾ നോക്കി നോക്കിയാ നീല. ഒന്നാമത് ഇവിടെ ഫുള്ള് ലൈറ്റിൻ്റെ ഒരു കളിയാണ് രാത്രിയായ. തൊട്ടപ്പുറത്തൊരു മാളുണ്ട് കേട്ടോ, സിറ്റി സെൻറ്റർ. ഞാൻ സാധാരണ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോക്ക്. ഇതൊക്കെ ഒന്നിങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വലിയ ഇതൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. ഇതന്നെ ഉള്ളിവിടെ കാണാൻ. പിന്നെ ഇവിടെ നിന്ന് നടക്കണം, കുറേ ദൂരം നടക്കണം. സൂക്കഫ് വരെ നടക്കണം, എന്നാലും എന്തെങ്കിലുമൊക്കെ നേരം പോലെ കാണാനുള്ളതും ഇതൊക്കെ കിട്ടുള്ളൂ. പക്ഷെ അതിനും താല്പര്യമില്ല. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ സിറ്റി സെൻറ്ററിൽ പോയിട്ട് പാർക്കിങ്ങിൽ ഇടാം, ബെറ്റർ. അവിടെ പാർക്കിങ് ഇതുപോലെ തന്നെ 1 മണിക്കൂറിന് 3 റിയാലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂറിന് 6 റിയാൽ. പിന്നെ അങ്ങനെ കൂടി വരും ഇത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വേഗം സിറ്റി സെൻറ്ററിൽ പോവാം. സിറ്റി സെൻറ്ററിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബാക്കിലുണ്ടോ ഫുഡ് ട്രക്ക് ഉണ്ട് അവിടെ കുറേ. അവിടെ നിന്ന് പോയി നോക്കാം. ആ ദോഹ ബസ് നിൽക്കണ്ടായിരുന്നല്ലോ, അതിനെ നേരെ വിട്ടുപോയതാണ്. അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് നേരെ റൈറ്റിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് പോകേണ്ടിരുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ തന്നെ റെഡ് കത്തുക. അപ്പം പിന്നെ ഇവിടെ ഗ്രീന് വരും. അപ്പോൾ നമുക്ക് പോവാം. ഇത് നമ്മുടെ ഷെറട്ടണിക്കുള്ള എൻട്രൻസ് ആട്ടോ. എൻട്രൻസുള്ള ചെറിയ ഫുഡ് ട്രക്കാണ്. ഇതാ ദോഹ ബസ് നിൽക്കണേ. ഇതിപ്പോൾ സർവീസ് ഇല്ല കേട്ടോ. സർവീസ് ടൈം കഴിഞ്ഞതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പാർക്കിങ്ങിലാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാൽ ഇനിയും ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ. എല്ലായിടത്തും കുറച്ചേ വന്നിട്ടുള്ളൂ. ഇതൊരു വാട്ടർ ഏരിയ കേട്ടോ. ഇതൊക്കെ ഒരു കുട്ടി, എന്തോ ഒരു വണ്ടി ചവിട്ടാൻ വയ്യപ്പാ. ചവിട്ടി പോകുന്നുണ്ട്.
സ്കൈറ്റിങ് പഠിപ്പിക്കുന്നു. നോക്കിക്കേട്ടോ, ഇപ്പോൾ അത് ഡാർക്ക് ബ്ലൂ ആയില്ലേ, ഇനിയിപ്പോൾ അത് ലൈറ്റ് ബ്ലൂ ആവും, ഗ്രീൻ ആവും. ഷർട്ടിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴായിട്ടാണ് ശ്രദ്ധിച്ചത്. തിരിച്ച് വണ്ടിയിൽ കയറാൻ വന്നപ്പോഴാണ് ഇത് പിങ്കായി. അപ്പോൾ ഗൈസ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഓടിച്ചിട്ട് ചുമ്മാ അടുത്തൊരു വീഡിയോ ആണ്. കിടക്കട്ടെ, കുറേ അതിൽ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇഷ്ടപ്പെടാൻ മാത്രം അതിലൊന്നുമില്ല. കോർണിഷിലെ ലൈറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനി ഒരു മാസത്തിന് പകുതി കഴിക്കുന്ന ഒരു 10-ാം തീയതി 15-ാം തീയതി നല്ല മഴ പെയ്യും. മഴ പെയ്തതിനാൽ കുറച്ചും കൂടി തണുപ്പ് വരും. തണുപ്പ് വന്നിട്ട് പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു രസമാണ്. അത്യാവശ്യം കാണാനും പരിപാടി സിലൈൻ ബീച്ചും ഒക്കെ ഉണ്ട്. ഒക്കെ ഞാൻ ഇനി കാണിച്ചു തരാം. സിലൈനിലൊന്ന് പോകണം. 4x4 ഡ്രൈവ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസിന് വരാൻ നിൽക്കുന്നുണ്ട്. അതിന് ഈ തണുപ്പിൽ പോയാൽ ശരിയാവില്ല, കുറച്ചും കൂടി തണുപ്പ് വരണം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.